നിങ്ങൾക്കറിയാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ശീതകാല സമ്മേളനം ആരംഭിക്കുക പാർലമെൻറ്റിൽ. വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് പാർലമെൻറ്റിൽ അടക്കം 16 ബില്ലുകൾ വഖഫ് നിയമ ഭേദഗതി വരുന്നു എന്ന് പറഞ്ഞാൽ അത് എല്ലാ സംസ്ഥാനത്തെയും ബാധിക്കുന്നതാണ്. 16 ബില്ലുകൾ ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് ലോകസഭയും രാജ്യസഭയും ഒക്കെ ഇളക്കി മറിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഗൗതം അദാനിയുടെ കേസ്. അതുപോലെ മണിപ്പൂരിൽ സംഘർഷത്തിന് അയവില്ല. ഇതൊക്കെ തന്നെ ഇന്ന് പാർലമെൻറ്റിൽ ചർച്ചയാവും. പ്രതിപക്ഷം അതിശക്തമായിട്ട് അദാനി സംഭവമൊക്കെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുകയും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അദാനിക്ക് വെല്ലുവിളിയാകുകയും ചെയ്ത ഈ അദാനിയുടെ കേസ് തീർച്ചയായിട്ടും പാർലമെൻറ്റിനെ ഇളക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് പറയട്ടെ ബൽറാം നെടുങ്ങാടി. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഡൽഹിയുടെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് ബൽറാം? ശരിക്കും അവിടുത്തെ മാലിന്യാവസ്ഥ മാറിയോ? അന്തരീക്ഷ മാലിന്യം? ഗുഡ് മോർണിംഗ് എസ്കേൻ. ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ GRAP 4 നടപ്പാക്കിയതിന് പിന്നാലെ തന്നെ 2 ദിവസം കൊണ്ട് തന്നെ ആശ്വാസം കണ്ടു തുടങ്ങി. നേരിയ തോതിൽ ഇപ്പോൾ മെച്ചപ്പെട്ടിരിക്കുന്നു. എങ്കിൽ പോലും ഇപ്പോഴും വളരെ മോശം എന്ന വിഭാഗത്തിൽ തന്നെയാണ് ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം ഉള്ളത് എസ്കേൻ. ശരി. അപ്പം ഇന്ന് പാർലമെൻറ്റിലെ ശീതകാല സമ്മേളനം ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് പാർലമെൻറ്റിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ പ്രതിപക്ഷത്തിനെ ഭരണപക്ഷത്തിനെ അടക്കിയിരുത്താൻ കഴിയാത്ത അദാനി പോലെയുള്ള പ്രശ്നങ്ങളും ഇന്ന് പാർലമെൻറ്റിൽ വരും. തീർച്ചയായും എസ്കേൻ, ഇന്ന് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിന് മുമ്പായി സർക്കാർ ലിസ്റ്റ് ചെയ്ത 16 ബില്ലുകളാണ് ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാൻ. അതിൽ ഏറ്റവും പ്രധാനം രാജ്യം ഉറ്റുനോക്കുന്ന ഒന്ന് എന്നുള്ളത് വഖഫ് നിയമ ഭേദഗതി തന്നെയാണ്. ഇതിനെതിരെ നേരത്തെ എതിർപ്പുകൾ ഉയർന്നിരുന്നു. നിലവിലിപ്പോൾ JPCയുടെ പരിഗണനയിലാണ്. എങ്കിൽ പോലും ഈ ആഴ്ച അവസാനത്തോടുകൂടി JPCയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ അത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ കൂടുതൽ സമയപരിധി ഈ JPCക്ക് നൽകണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഈ സമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറെ കണ്ട് ആവശ്യപ്പെടും. അതേസമയം ഈ സമ്മേളനത്തിലേക്ക് സർക്കാർ വരുന്നത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും വലിയ വിജയത്തിൻ്റെ ഊർജ്ജത്തിലാണ്. എങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ നിരവധി ആയുധങ്ങളുണ്ട്. അദാനിക്കെതിരായുള്ള അമേരിക്കയിലെ കേസ്, മണിപ്പൂർ സംഘർഷം 18 മാസങ്ങൾക്ക് ശേഷവും തുടരുന്നത്, കൂടാതെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, രാജ്യത്തേക്കുള്ള മയക്കുമരുന്ന് കടത്ത് വർദ്ധിച്ചത് തുടങ്ങി നിരവധി ആയുധങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രധാന ആയുധം അദാനി തന്നെയാണ്. അദാനി വിഷയം, മണിപ്പൂർ സംഘർഷം, ഈ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ട അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം എന്നുള്ളത്. പ്രതിപക്ഷത്തിൻ്റെ സ്ട്രാറ്റജി ഇന്ന് രാവിലെ 10 മണിക്ക് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസിൽ ചേരുന്ന ഇന്ത്യ സഖ്യ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ സഖ്യം പാർലമെന്റ് സമ്മേളിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഊർജ്ജത്തോടെ ഒന്നിച്ചു നിന്ന് പോരാടാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും. അതേസമയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്നുള്ളത് വയനാടുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രത്തിൻ്റെ ധനസഹായം ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. ഇക്കാര്യവും ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ്. വയനാടിനോടൊപ്പം തന്നെ സമാനമായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ ചർച്ചകൾ ആവശ്യമാണ് എന്ന വിഷയമാണ് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ ഉന്നയിച്ചത്. ഈ വിഷയം ഇന്നും ഉന്നയിക്കും എന്ന് ഉറപ്പാണ്. ഇന്ന് 11 മണിക്ക് പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണും, രാജ്യത്തെ അഭിസംബോധന ചെയ്യും. എന്താണ് പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് എന്നുള്ളതും ഏറെ നിർണായകമാണ്. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.